ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല. വൈൻഡപ്പ് ഇൻട്രോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഇന്ന് രാവിലെ, അതായത് സാറ്റർഡേ രാവിലെയാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ രാത്രിയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. രാത്രി ഒരു 10 മണി 10:15 ആയപ്പോൾ അബിയേട്ടൻ്റെ കോള് വരുന്നു. സാധാരണ ഒരു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഡെയിലി ഇവരുടെ കോള് വരാറുണ്ട് കേട്ടോ. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഫുഡ് വേണ്ട എടുത്തു വെച്ച് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറയാം. അതേ കോളാണെന്ന് കരുതിയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോഴാണ് പറഞ്ഞത് വേഗം റെഡി ആയിക്കും, നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന്. കേൾക്കേണ്ട താമസം ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ. ബീച്ചിലേക്കാണോ ഐസ്ക്രീം കഴിക്കാനാണോ എന്തിനാന്ന് അറിയില്ല, എവിടേക്കോ പോകുന്നുണ്ട്. എത്തിയിട്ട് കാണാം. മഞ്ചേച്ചി, ദേവു, ഞാന്, മീനേച്ചി, കുട്ടാപ്പേട്ടെ. ഇതിൽ ഇനി അടുത്ത കാറിൽ വേറെ ആൾക്കാർ വരുന്നുണ്ട്. എല്ലാരും കൂടെ പോയിട്ട് എവിടെ എത്തും അറിയില്ല. അപ്പൊ എത്തിയിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. റോട്ടുമ്മൽ എത്തിയപ്പോഴാണ് നമ്മുടെ ടീംസ് മൊത്തമുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. ഇവരിത് ആദ്യം വന്ന് സീറ്റ് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിന്റെ പിന്നാലെ തന്നെ വന്നു. എന്തായാലും സംഭവം ഞങ്ങൾക്ക് പൊളിയായിട്ട് തോന്നി. വേറെ ഒന്നുമല്ല, കുറേ ആയി ഒരു നൈറ്റ് വൈബ് വേണമെന്ന് ഞങ്ങൾ ഇവരോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഓരോ കാരണം കൊണ്ട് അതിങ്ങനെ നീണ്ടു പോകും. കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് തന്നെ. നമുക്ക് എല്ലാവർക്കും മക്കളുള്ളവരാണ്. എല്ലാവരും ഏകദേശം ഒരേ ഏജ് കാറ്റഗറിയാണ്. വലിയ മക്കളും ഉണ്ട് കേട്ടോ. പക്ഷേ ഈ കുഞ്ഞു കുട്ടികൾ കൂടെ ഉള്ളതുകൊണ്ട് രാത്രി ഞങ്ങൾക്ക് പുറത്തിറങ്ങുന്ന അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ള കാര്യമില്ല. ഇപ്പം മഴയായതുകൊണ്ട് പ്രത്യേകിച്ച്. പക്ഷെ ഞങ്ങളത് യാതൊരു കൺസിഡറേഷനും തരാണ്ട് എല്ലാ സാറ്റർഡേസിലും സൺഡേസിലും ഇവരിതാ ഈ ഏട്ടന്മാരേട്ടോ പറയുന്നത്, ഇവർ പുറത്ത് പോവും, ഫലൂഡ കഴിക്കും, അവർക്ക് തോന്നിയ സാധനങ്ങൾ മൊത്തം കഴിക്കും. അതും ഞങ്ങൾ സഹിക്കും, പോട്ടേന്ന് കരുതും. എല്ലാം രാത്രി 12 മണി ആയാലും ശരി, എത്ര ലേറ്റ് ആയാലും ശരി, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളെ വിളിച്ചറിയിക്കും. ഇല്ലെങ്കിൽ ഇവർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. നല്ല മിറർ അല്ലേ? ആക്ച്വലി ഞങ്ങൾ വരുന്നത് നല്ല സൈലന്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ചമ്മ പോലെയായി. ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ പോവുക ഗൈസ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതാ ഞങ്ങൾ പുറത്തിറങ്ങി. ഫുഡൊന്നും അധികം കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എല്ലാവരും ഫുഡ് കഴിച്ച് കിടക്കാൻ പോകുന്ന സ്ഥലത്തു നിന്നാണ് നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞ് ഇവർ വിളിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ വയറൊക്കെ ഫില്ലാക്കിയിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം വളഞ്ഞത് കണ്ടിട്ട് ബീച്ചിലേക്ക് ആവാനാണ് സാധ്യത. അപ്പം ഇനി ബീച്ചിൽ നിന്ന് കാണാം. അപ്പം ഞങ്ങൾ ഊഹം തെറ്റിയില്ല. കറക്റ്റ് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് ഇനിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ദാ ബീച്ചിലെത്തി. അത്യാവശ്യം ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. എവിടേക്കാന്നൊരു കറക്റ്റ് പ്ലാനിങ് ഞങ്ങളോട് പറയാത്തത് കൊണ്ട് തന്നെ സേഫ്റ്റിക്കുള്ള സാധനങ്ങളൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. കോട്ടയോ റെയിൻകോട്ടോ ഞങ്ങൾ എടുത്തിരുന്നു. കാരണം ഞാൻ ഇവിടുന്ന് നേരിട്ട് വീട്ടിലേക്കാണ് ഇനി പോകുന്നത്. വീട്ടിലേക്ക് പോകേണ്ട ചെറിയൊരു ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിന്ന് നനയായിരുന്നു. ആ കോട പോട്ടടി കലപ്പേന്ത്യ കർഷകൻ അതാ പോകുന്ന. നല്ല ചാറ്റൽ മഴയാ. നല്ല രസമുണ്ട് അല്ലേ ഈ സമയത്ത് ഇവിടെ നിന്നൊക്കെ? മഴയെ ആസ്വദിച്ച് കടലിൻ്റെയും ഭംഗി കണ്ട് നിൽക്കുന്നതൊക്കെ ഒരു സുഖമുള്ള ഏർപ്പാടാണ് കേട്ടോ. പക്ഷെ നാളത്തെ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാലായിരിക്കും ഈ രസമൊക്കെ മാറാൻ പോകുന്നത്. എന്തായാലും അത്യാവശ്യം ചാറ്റൽ മഴ എല്ലാവരും കൊണ്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വേഗം വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. സമയം ഏകദേശം കുറേ ആയി. പോരാത്തതിന് മഴയും കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഹെവി മഴ വരുമ്പോഴേക്കും ഞങ്ങൾ വീട് പിടിക്കാൻ നോക്കട്ടെ. അപ്പം ഞാനും അബിയേട്ടനും അല്ലു ഇനി പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അമ്മയ്ക്ക് ചെറുതായിട്ടൊന്ന് കൈ രണ്ടും പൊള്ളിയിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വിളക്ക് എത്തിക്കുമ്പോൾ പൊള്ളിപ്പോയതാണ്. അപ്പം ജോലിയൊക്കെ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സാറ്റർഡേ സൺഡേ ഓൾറെഡി ലീവ് ആയതുകൊണ്ട് ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ എന്താ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഏട്ടൻ്റെ ഈ നേരത്തെ ഫുഡ് കഴിക്കുന്നതെന്ന് അറിയില്ല. സമയം 12 ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അമ്മയുടെ കൈ പുള്ളിയതൊക്കെ രാവിലെ കാണിച്ചു തരാം. ലല്ലു, അപ്പോൾ ഗുഡ് നൈറ്റ് തന്നേക്ക്. ഞങ്ങൾ ഉറങ്ങാൻ പോകാം. പിന്നെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അമ്മമ്മ കിടന്നു, ഏട്ടനും അല്ലുത കിടന്ന്. അധികം ഇവിടെ വന്നാൽ അല്ലു ഏട്ടൻ്റെ കൂടിയേട്ടാ കിടക്കല്. അപ്പം ഞങ്ങളും കിടന്നു. അപ്പം ഇനി ഉറങ്ങട്ടെ. അപ്പം ഇനി നാളെ കാണാം. ഗൈസ് ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റപ്പോൾ ആരും കാണുന്നില്ലല്ലോ. അതായിരിക്കുന്ന കൈ പൊള്ളിയാള്. അമ്മേ, കൈ എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് വന്നപ്പോൾ അമ്മമ്മയും മോനും കൂടെ മുറ്റത്തിരിക്കുന്നുണ്ട് കേട്ടോ. കൈ അത്യാവശ്യം 2 കൈയും പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് പണിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പൊക്കളയിട്ടിട്ടുണ്ട് കൈ. പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാലും 2 ദിവസത്തേക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഉള്ളതുകൊണ്ട് ഇന്ന് കിച്ചൺ ഫുള്ളും ഞാൻ കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ച്. രാവിലെ തന്നെ അതാ നല്ല കാറ്റാണ്. ഇത് അയിലയും ചെമ്മീനാണ്. അപ്പം അതൊന്ന് കറി വെച്ചിട്ട് പൊരിക്കാം. രാവിലെ ഏട്ടന് പോകാനുള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ചിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. കറി ഏകദേശം ആവാനായി. ഇനിയിപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി വെക്കണം. അല്ലൂന് വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് ഉണ്ടാക്കണം. വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലായിരുന്നു.
നല്ല കാറ്റാ ഗൈസ് പുറത്ത്. അപ്പം ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും ഇത് അമ്മ ജോലി എടുക്കുന്ന അവിടെ ഉള്ളവരൊക്കെ അമ്മനെ കാണാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവർ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ ഞങ്ങളിത് ചായയൊക്കെ കുടിച്ച് പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞ് ഏട്ടൻ ജോലി കഴിഞ്ഞ് വരും. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ വിളക്ക് കത്തിച്ച്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.